ഒരുപാട് പേർ സ്നേഹിക്കുന്ന ടിക്ടോക്കിന് കുറേയേറെ നല്ല വശങ്ങളും അതുപോലെ തന്നെ ദൂഷ്യവശങ്ങളുമുണ്ട്. ടിക്ടോക്ക് ഒരുപാട് കലാകാരന്മാരുടെ സിനിമാ മോഹങ്ങളെയാണ് സഫലമാക്കി തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ടിക്ടോക്ക് എന്ന ആപ്പ് ഒരിക്കലും മനസ്സിൽ നിന്നും മാഞ്ഞു പോകില്ല, ഹൃദയങ്ങളിൽ എന്നും നിലനിൽക്കും. വി ലവ് ടിക്ടോക്ക്. എടാ അങ്ങനെയല്ല, ഞാൻ പറഞ്ഞിട്ടെടുക്കും. അല്ലെങ്കിൽ അത് ഇങ്ങോട്ട് തന്നെ, ഇവിടെ വെളിച്ചം കറക്റ്റാ. നിങ്ങൾ എന്തോ നീ കാണിക്കുന്നത്? നീ ചുമ്മാ ഇരി, ഞാൻ ചെയ്തോളാം. എന്താണ് വന്നും പോയി നിൽക്കുക? ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല. ഡേയ്, നിനക്ക് വേറെ പണിയൊന്നുമില്ലല്ലേ? ഒന്ന് ക്ഷമിക്ക്. അതല്ല അളിയാ, ഇത് രണ്ട് പാർട്ടായിട്ട് ചെയ്തതിനേക്കാൾ നല്ല ഒരുമിച്ച് ചെയ്യുന്ന, അതാ സംഗതി പൊളിക്കും. ഓ അതൊക്കെ പിന്നെ നോക്ക്, ഇപ്പൊ നടക്കട്ടെ. അളിയാ, ഉണ്ണിയല്ലേ വരുന്നത്? അതെ, അവനോട് പറഞ്ഞാൽ ഇത് എടുത്തു തരും. അപ്പൊ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. അവനൊന്ന് വിളി. അത് ശരിയാണ് അളിയ. ഉണ്ണി എന്താടാ? അളിയ വന്നിട്ടു. ഇവന്മാർക്കുള്ള പണിക്കും പോലെ വെറുതെ. നിങ്ങൾ സെൽഫി എടുക്കണോ? അല്ലടാ, ടിക്ടോക്കിൽ ഒരു വീഡിയോ ചെയ്യും. നിന്റെ ഒരു സഹായം വേണം. എന്ത് സഹായം? നീ ക്യാമറ ഒന്ന് പിടിച്ചോണ്ടിരിക്കണം. ഞങ്ങൾ ഒരുമിച്ച് ചെയ്താലേ ശരിയാവും. എനിക്ക് വേറെ പരിപാടി ഉണ്ട്, നിങ്ങൾ വേറെ പണി നോക്ക്. ഞാൻ പോവല്ലേ അളിയ. നിന്ന് ഈ ടിക്ടോക്കിലെ വീഡിയോ ഒന്നുണ്ടേ. അളിയാ ഉണ്ണി, ഇപ്പൊ ഫിലിം സ്റ്റാർസിനേക്കാളും ഫാൻസ് കൂടി ടിക്ടോക്കിനാണ്. ഒരു വീഡിയോ വൈറലായി കഴിഞ്ഞാൽ അളിയാ പിന്നെ നമ്മളെ പിടിച്ച കിട്ടൂല. അളിയ ഈ പെമ്പിള്ളേർ എല്ലാം ഇപ്പൊ ഇതിന്റെ പിറകിലാ. ഇത് പോയടാ, എനിക്ക് വേറെ പണിയുണ്ട്. ആവുമ്പോട്ട് അളിയ ഒരു ഐഡിയ ഉണ്ട്. DSLR പക്കായിരിക്കും. ഓ അതിന് ഇനി ഇവിടെ പോകാൻ ഉണ്ണലിന്റെ ഉണ്ട്, നമുക്ക് ചോദിക്കാം. വേണോ? വേണം. കിട്ടിയ കുറച്ച് സ്കില്ല് ഫാൻസ് അവൻ അകത്തിരുന്ന് എന്തെങ്കിലും വായിക്കുമായിരിക്കും. എന്തായാലും ചോദിക്കാം. അലിയ അലിയ ഫോട്ടോ എടുക്കുക. സത്യം, വേറൊന്നുമില്ല. എന്തോന്നടേ ഇത്? ഏയ് സത്യ.